ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ഇനി വളരെ ശ്രദ്ധയോടും ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കേൾക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഒരു ചെവി കൂടെ കേട്ടിട്ട് മറു ചെവി കൂടെ പോകരുത്. യേശു പറഞ്ഞ കാര്യം ഇത് വേറെ ശിഷ്യന്മാർ പറഞ്ഞ കാര്യമല്ല, യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ്, യേശുവിൻ്റെ നാവിൽ നിന്ന വാക്കുകളാണ് ഈ വചനം. അപ്പോൾ ഇത് വേറെ ആരും പറഞ്ഞ വാക്കല്ല, ഒരു സതീഷ് പാസ്റ്റർ പറഞ്ഞതല്ല, മറ്റുള്ള പ്രവാചകന്മാർ പറഞ്ഞതല്ല, അപ്പോസ്തലന്മാർ പറഞ്ഞ കാര്യമല്ല, യേശു പറഞ്ഞ കാര്യമാണ് ഞാനിവിടെ എൻ്റെ നാവിലൂടെ നിങ്ങൾ കേൾക്കുന്നത്. എന്താ യേശു പറഞ്ഞത്? യേശു അവനോട്, നിക്കാമോസിനോട് പറഞ്ഞു, അവനോട് ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. എന്താ പുതിയതായി ജനിക്കണമെന്ന് പറയുന്നത്? ഹല്ലേലൂയ, പുതിയതായി ജനിക്കണം. എങ്ങനെ പുതിയതായി ജനിക്കും? അപ്പോൾ നിക്കോമോസ് അവനോട് പറഞ്ഞു, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിനകത്ത് കടന്ന് ജീവിക്കുമോ എന്ന് ചോദിച്ചു. പുതിയതായി ജനിക്കണം, അത് എങ്ങനെ സാധിക്കും? അപ്പോൾ നമ്മുടെ മനസ്സിലും നിക്കോമോസ് ചോദിച്ചത്, മനുഷ്യൻ വൃദ്ധനായ ശേഷം, പ്രായമായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിനകത്ത് കടക്കാമോ? ഇനി അമ്മയുടെ വയറ്റിൽ നിന്ന് അങ്ങോട്ട് ഇനി കയറി അകത്തോട്ട് കയറി പോകാൻ പറ്റുമോ? ജനിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു. എന്നാൽ നമ്മുടെ ചിന്തയില് നമ്മൾ ചിന്തിക്കുന്നതെല്ലാം ഇങ്ങനെയാണ്. ഇനി അമ്മയുടെ വയറ്റിൽ പോയി ഒന്നുകൂടെ കയറി ഇരുന്ന് ചെറിയ രൂപത്തിൽ വന്ന് അവിടെ 9 മാസമൊക്കെ ഇരുന്നിട്ട് ഇനി ഒന്നുകൂടെ അമ്മ പ്രസവിച്ച് എന്നെ പുതിയതായിട്ട് കൊണ്ടുവരണം എന്ന് നമ്മൾ ജഡത്തിലുമായി ചിന്തിച്ചപ്പോ യേശു ജഡത്തിൽ നിന്നല്ല, നിങ്ങൾ ആമേ ഹല്ലേലൂയ, അമ്മേരെ വയറ്റിലോട്ടല്ല പോവേണ്ടത്. ഇനി ഭൂമി ജനിച്ചിട്ട് അമ്മേരെ വയറ്റിലോട്ട് രണ്ടാമത് ഒരിക്കലും കയറാൻ പറ്റത്തില്ല. ആമേ ഹല്ലേലൂയ. നിനക്കും എനിക്കും ഒരിക്കലും ജന്മം തന്ന അമ്മേരെ വയറ്റിനകത്ത് കയറാൻ പറ്റുമോ? പറ്റത്തില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, അത് ഒരിക്കലും സംഭവിക്കത്തില്ല. അത് ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്ത കാര്യം, ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇവിടെ പറഞ്ഞത്, നിക്കോമോസ് പറഞ്ഞത്. അതിന് യേശു പറഞ്ഞു, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, അല്ല ആമേ, പുതിയതാവണമെങ്കിൽ വെള്ളത്താല്, ഒന്ന് വെള്ളത്താൽ, വെള്ളത്തിൽ ഇറങ്ങുമ്പോ ആമേ, അത് കഴിയുമ്പോ 2 ആത്മാവ്, ആമേ, അത് കഴിയുമ്പോ ദൈവരാജ്യത്തിൽ വെള്ളത്താലും ആത്മാവിലും ജനിക്കണം. നീ വെള്ളത്തിൽ ഇറങ്ങുമ്പോ പഴയ മനുഷ്യനെ ആമേ പൂർണ്ണമായി ആമേ അവിടെ മുക്കുകയാണ്. ജനിക്കുന്നത്, ഉയർന്നു വരുന്നത് പുതിയ മനുഷ്യനാണ്. അതാണ് സ്നാനം. ഹല്ലേലൂയ. നീ യേശുവിന്റെ മകളായിട്ട് മകനായിട്ട് മാറണമെങ്കിൽ വെള്ളത്താൽ നീ വെള്ളത്തിൽ ഇറങ്ങണം. നീ വെള്ളത്തിൽ ഇറങ്ങുന്നത് പഴയ മനുഷ്യനായിട്ടാണ്. പക്ഷേ അവിടുന്ന് ഉയർക്കുന്നത്, അവിടുന്ന് പൊന്തി വരുന്നത് പുതിയ മനുഷ്യനായിട്ടാണ്. അമ്മയുടെ ഗർഭപാത്രം എന്ന് പറയുന്നത് വെള്ളമാണ് കുഞ്ഞേ. ആമേ ആമേ, അത് വെള്ളമാണെന്ന് പരിശുദ്ധ പറയുന്നു. അല്ല, അമ്മയുടെ ഗർഭപാത്രത്തല്ല പോകേണ്ടത്, അത് വെള്ളത്തിലാണ്. അതാണ് അമ്മയുടെ ഗർഭപാത്രം. നിന്റെ സകല പാവങ്ങളെയും വെള്ളത്താൽ കഴുകുവാൻ. ആമേ ഹല്ലേലൂയ. അത് മാത്രമല്ല, നീ വെള്ളത്തിൽ നിന്നും കഴുകുമ്പോ ആത്മാവിലോട്ട് നിറയുക. ആത്മാവിൽ ജനിക്കണം. വെള്ളത്തിൽ മാത്രമല്ല, ആത്മാവിലാണ്. പഴയ മനുഷ്യനെ കുഴിച്ചു മൂടുന്നതാണ് സ്നാനം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പഴയ മനുഷ്യനെ കുഴിച്ചു മൂടുന്നതാണ് സ്നാനം. അത് കഴിയുമ്പോ പുറത്ത് വരുന്നത്, പൊങ്ങുമ്പോ പുറത്ത് വരുന്ന പുതിയ മനുഷ്യനായിട്ടാണ്. ഞാൻ ചോട്ടെ, പുതിയ മനുഷ്യനായി മാറണമെങ്കിൽ നിന്റെ ചിന്ത പുതിയതാവണം, നിന്റെ ഹൃദയം പുതിയതാവണം, നിന്റെ പ്രവൃത്തി പുതിയതാവണം. പഴയതെല്ലാം നീ മറക്കണം. ഇന്ന് വരെ ആരെങ്കിലും പുതിയതായിട്ട് ജനിച്ചിട്ട് പഴയതൊക്കെ ഹൃദയത്തിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ
നീ ശരിക്കുള്ളൊരു സ്നാനം നടന്നിട്ടില്ല, ശരിക്കും ഒരു ആത്മാവിന് നിറഞ്ഞിട്ടില്ല. ആരോടെങ്കിലും നിനക്ക് ശത്രുത്വമുണ്ടെങ്കിൽ, നിനക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ, നിന്റെ ഹൃദയം പണ്ടത്തെ പഴയ ഹൃദയത്തിലാണ് കിടക്കുന്നത്. പുതിയതായി കഴിഞ്ഞാൽ ഒരു പുതിയൊരു ഹൃദയമാണ് ദൈവം തരുന്നത്. ആമേ, ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ എല്ലാം പുതിയതാവണം. നമ്മുടെ ശരീരം പുതിയതാകുമ്പോൾ ചിന്തയും പുതിയതാകണം. ആമേ, ഹല്ലേലൂയ. ആത്മമണ്ഡലം പുതിയതാകുമ്പോൾ നമ്മുടെ പ്രവൃത്തിയും പുതിയതാകും. ഇന്ന് ആരെങ്കിലും ഹൃദയത്തിനകത്ത് ആരോടെങ്കിലും വിദ്വേഷമോ വൈരാഗ്യമോ പിണക്കമോ ദോഷമോ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞു പോണം. ഹല്ലേലൂയ. നിങ്ങളെ വേദനിപ്പിക്കുന്നവരെ ദ്രോഹിക്കുന്നവർക്കെതിരായിട്ട് നിങ്ങൾ ഒന്നിനും പ്രതികരിക്കേണ്ട ദൈവമക്കളെ. നീ പുതിയതാണ്, മനസ്സിലാക്കണം. ഞാൻ ദൈവത്തിന്റെ പുതിയതാണ്. ഇന്ന് പഴയതെന്ന് ആരെങ്കിലും പറയത്തില്ല. ഇന്ന് ദൈവത്തെ ആത്മാവിൽ ജനിക്കുന്ന പറയും, ഞാൻ പുതിയതാണ്. പഴയ മനുഷ്യന്റെ ചിന്തിക്കുന്ന പോലെ പണ്ടത്തെ വൈരാഗ്യവും പണ്ടത്തെ ദേഷ്യവും പണ്ടത്തെ ഭാരങ്ങളായിട്ട് നടന്നു കഴിഞ്ഞാൽ നീ വെള്ളത്താൽ ജനിച്ചിട്ടില്ല. വെള്ളത്തിൽ മുങ്ങിയായിരിക്കും, ആത്മാവിൽ ജനിച്ചിട്ടില്ല. ഇന്ന് പറയുന്നു നീ വെള്ളത്തിൽ മാത്രമല്ല ആത്മാവിൽ ജനിക്കണം. നീ ഒരു ശിശുവായിട്ട് എങ്ങനെ ജനിക്കണം? ആത്മാവിൽ ജനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ, സകലത്തിന്റെ മേൽ പുതിയതാക്കുന്നതാണ് സ്നാനത്തെ കാണിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ സകലത്തിന്റെ മേൽ ശത്രു നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മുറിവേൽപ്പിച്ച ചില വിഷയങ്ങളുണ്ട്, അല്ലെ? മുറിവേറ്റത് നിങ്ങളുടെ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളെ ഹൃദയത്തിനകത്ത് ഈ ലോകത്തിന്റെ പിശാച് മനുഷ്യരിലൂടെ മുറിവേൽപ്പിച്ച ചില വിഷയങ്ങളുണ്ട്. ആത്മേ, ഞാൻ ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച ഒരു വാക്യമാണ്. ഈ വാക്യം എടുത്തു വെച്ച് ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ വർഷങ്ങളോളം വേദനിപ്പിച്ച ചില മുറിവേറ്റ ഹൃദയങ്ങളുണ്ടെന്ന് ദൈവസഭയ്ക്കുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി. മുറിവേറ്റ ഹൃദയങ്ങളുണ്ട്. ആമേ, നിങ്ങളെ മുറിവേൽപ്പിച്ച ഒരുപാടുണ്ട്. ചിലപ്പോൾ അടുത്തിരിക്കുന്നവരായിരിക്കാം, ഇന്നവർ വന്നിട്ടില്ല. ആമേ, ഹല്ലേലൂയ. ഇന്നൊരു മറ്റൊരു സ്ഥലത്തെ ആയിരിക്കാം. ഇന്ന് ഒരുപാട് പേർ ഇതിനകത്തുനിന്ന് മുറിവേൽപ്പിച്ചു, നിങ്ങളെയൊക്കെ മുറിവേൽപ്പിച്ചു, അല്ലെ അവരെ നിങ്ങൾ മുറിവേൽപ്പിച്ചു. ആമേ, ഹല്ലെ. മുറിവേറ്റ ഹൃദയങ്ങളെ ഇന്ന് നിങ്ങൾ, ആമേ, ഹല്ലേലൂയ, നിങ്ങളുടെ വാക്കിനാൽ ഇന്ന് പല മുറിവുകൾ ഉണങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് വേദനിപ്പിച്ചവൻ, നിന്നെ മുറിവേൽപ്പിച്ചവൻ അടുത്ത ആഴ്ച നിന്റെ അടുത്ത് വരുമ്പോ പറയണം, നീ വീണ്ടും നിന്നെ കാണാൻ വേണ്ടി തന്നെ ഇരിക്കുന്നത് എന്ന് പറയരുത്. നീ പുതിയതായിട്ടാണ് ജനിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ, സഭയിൽ വരുന്നത്, ആമേ, ഹല്ലേലൂയ, ഇന്ന് മുറിവുകൾ ഉണങ്ങുവാനാണ്. ആമേ, നിന്റെ ഹൃദയം ഒരു പുതിയതായിരിക്കണം. അത് എങ്ങനെയായിരിക്കണം എന്ന് പറയുമ്പോൾ ആത്മാവിൽ ജനിക്കണം. സ്നാനത്തിലൂടെ കിട്ടുന്ന ഒരു കാര്യമാണ് ഒരു പുതിയ ഹൃദയം തരുന്നത്. അത് എനിക്ക് വേണം. ഈ സ്നാനപ്പെടുമ്പോ ഇന്ന് പഴയ മനുഷ്യന്റെ രൂപത്തെ, നിന്റെ പഴയ ജഡമോഹങ്ങളിലൂടെ സകലത്തെയും വെള്ളത്തിലിട്ട് കുഴിച്ചു മൂടുമ്പോ, ആമേ, ഹല്ലേലൂയ, അതിനെ ഒരിക്കലും പുറത്തെടുക്കരുത്. ഒരു പുതിയൊരു കാഴ്ചപ്പാട് നിനക്ക് വന്നിറങ്ങണം. ആമേ, ഹല്ലേലൂയ. ഒരു ആത്മമണ്ഡലം തുറക്കുന്നതായിരിക്കണം ഒരു സ്നാനത്തിലൂടെ കിട്ടേണ്ടത്. സ്നാനപ്പെട്ടവരോട് ഞാൻ പറയുകയാണ്, സ്നാനപ്പെടാൻ അടുത്ത് ഇരിക്കുന്നവരോട്, ഈ ചാനലിലൂടെ കേൾക്കുന്നവരോട് പറയാ, ആമേ, ഹല്ലേലൂയ, അത് എനിക്ക് വേണം. കാഴ്ചപ്പാടുകൾ മാറണം. നിങ്ങളുടെ പഴയ നിലവാരത്തെ മാറണം. നിങ്ങളെ എത്ര ശത്രുക്കളെ, നിങ്ങളെ വർഷങ്ങളോളം നിങ്ങളുടെ വീട്ടിൽ അടുത്തുള്ളവർ ശത്രുക്കളാണ്, നിങ്ങൾ പിണക്കത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അവരോട് നിങ്ങൾ ശത്രുത്വം കാണല്ലേ. ആത്മാ പറയുന്നുണ്ട്, നീ പുതിയതായി മാറണം. നമ്മുടെ ഹൃദയം ആത്മാവിൽ ജനിക്കണം. പഴയ മനുഷ്യനെ എവിടെ കുഴിച്ചുമുട്ടി? എവിടെ? വെള്ളത്തിലാ. പക്ഷേ ജനിച്ചത് ആത്മാവിൽ ജനിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിൽ ജനിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തുള്ളൂ. ആമേ, സ്നാനത്തിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നിങ്ങൾ ആത്മാവിൽ ജനിക്കണം. ആത്മാവിൽ ജനിച്ചില്ല എങ്കിൽ
ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തില്ലെന്ന് ആമേൻ 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 ഞാൻ നിന്നോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാഴ്ചപ്പാടുകൾ മാറണം ദൈവമക്കളെ. ആമേൻ. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുവാനോ, മറ്റുള്ളവർ നമ്മളെ എന്ത് കാണിച്ചാലും അവർ എന്ത് പ്രവർത്തിച്ചാലും, ചില നിന്നെ ഏറ്റവും കൂടുതൽ തകർത്ത വ്യക്തിയായിരിക്കാം നിന്റെ അടുത്ത് വരുന്നത്. ആമേൻ, ഹല്ലേലൂയ. നിന്നെ ഏറ്റവും കൂടുതൽ കരയിച്ച വ്യക്തിയായിരിക്കാം നിന്റെ അടുക്കൽ വരുന്നത്. ഹല്ലേലൂയ. നിന്റെ അടുക്കൽ വരുമ്പോ ആ വ്യക്തി വന്നതല്ല, ദൈവം കൊണ്ടുവന്നതാണ്. നിന്റെ അടുത്ത് കാണുമ്പോ ആ വ്യക്തിക്ക് വേണ്ടി ആമേ തിരിച്ച് നിന്റെ വാക്ക് നാം എന്തായിരിക്കണം? അവരെ വേദനിപ്പിക്കുന്ന വാക്കായിരിക്കരുത്. നിന്റെ വാക്ക് ഉപ്പിനാൽ രുചികരമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, ഹല്ലേലൂയ. അല്ല, ഒരു അവസരം കിട്ടുമ്പോൾ നമുക്ക് പകരം വീട്ടുവാനും, അല്ല നമുക്കൊരു അവസരം കിട്ടുമ്പോൾ പകരം ചോദിക്കുവാനും ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല. നീ പറയണം, ഞാൻ ആത്മാവിൽ ജനിച്ചവൻ, സകലത്തിൽ ക്ഷമിക്കുവാൻ കഴിവുള്ളവൻ, സകലവും ക്ഷമിക്കുവാൻ. അപ്പൊ ആദ്യം പറഞ്ഞത് എല്ലാം മറക്കുവാൻ ഹൃദയം വേണം. മറ്റുള്ളവരൊക്കെ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മറന്ന് കിട്ടുവാൻ. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ ചില ഫോൺ കോൾ, നമ്മളെ വാട്സപ്പിലൊക്കെ വിളിക്കുമ്പോൾ ഇന്നൊരു മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു ഫങ്ഷനുണ്ട്. ഇന്നിട്ട മെസ്സേജ് നാളെ നോക്കുമ്പോൾ ആ സമയമാകുമ്പോൾ മാഞ്ഞു പോകേണ്ടിട്ടുണ്ടോ? അതൊരു ഫങ്ഷനുണ്ട്, അത് കിടക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ ഹൃദയത്തെ അങ്ങ് മാഞ്ഞു പോകണം. നിങ്ങളെ വേദനിപ്പിച്ച വിഷയത്തിൻ്റെ മേൽ അമ്മ വാട്സപ്പിനകത്ത് മാഞ്ഞു പോകുന്നത് പോലെ, അഴിഞ്ഞു പോകുന്നത് പോലെ, മുറിവേറ്റ ഹൃദയത്തിൻ്റെ മേൽ, നിങ്ങൾ വേദനിപ്പിച്ച വിഷയത്തിൻ്റെ മേൽ അത് മാഞ്ഞു പോകത്തക്ക വണ്ണം നിങ്ങളെ ബുദ്ധിമണ്ഡലത്തിൽ വെച്ചിരിക്കൽ. ഒരു കാരണവശാലും ഒരു ആത്മീയമായി നീ ദൈവത്തെ ആരാധിക്കുന്ന ദൈവ പൈതലെ, നിന്റെ ഹൃദയത്തിനകത്ത് സ്വബോധ ബുദ്ധിയിലും ആത്മമണ്ഡലത്തിൽ ഒരിക്കലും നിന്റെ ജഡത്തിന്റെ ബുദ്ധിയിലും അത് ഇട്ടയ്ക്കരുത്. അത് ഒരിക്കലും അത് മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കരുത്. അത് കളയേണ്ടത് ഇന്നതിനെ വേരോടെ എടുത്ത് അഴിച്ചു കളയ പ്രാർത്ഥന. കർത്താവേ, എനിക്കൊരു പുതിയൊരു ഹൃദയം തരണമേ. എന്തിനാ? ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ. ദൈവത്തിന് വേണ്ടത് ആമേ ശുദ്ധിയുള്ള ഒരു ഹൃദയത്തെയാണ് ദൈവത്തിന് വേണ്ടത്. മാലിന്യപ്പെട്ടതും അഴുക്ക് പിടിച്ചതും ജഡത്തിന്റെ മേൽ ഉള്ള ഹൃദയത്തെ അല്ല വേണ്ടത്. ആമേ ജനിക്കുമ്പോ അമ്മേരെ വയറ്റിൽ നിന്ന് ജനിക്കുമ്പോ ജഡത്തിൽ ജനിക്കുന്നു. പക്ഷെ യേശുവിനെ അറിയുമ്പോ, യേശുവിനെ സ്വീകരിക്കുമ്പോ ആത്മാവിൽ ജനിക്കുന്നു. അങ്ങനെ വെള്ളത്താലും ജനിച്ച് ആത്മാവിലും നിറഞ്ഞാൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കത്തുള്ളൂ. നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കണമോ? നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കണമോ? എനിക്ക് സ്വർഗരാജ്യം വേണം. ഇന്ന് നിങ്ങൾ പലരും ചാനലിലൂടെ കേൾക്കുമ്പോൾ നിസ്സാരമായിരിക്കും. പലരും പറയും സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഇവിടെ കിടന്ന് നരകത്തിൽ കിടന്ന് അനുഭവിക്കുകയാണ്. പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടതയും രോഗവും പ്രയാസങ്ങളും അല്ല, ഇതൊരു പരീക്ഷണശാലയാണ്. ഭൂമി എന്ന് പറയുന്നത് ഒരു പരീക്ഷണശാലയാണ്. ഇവിടെ പരീക്ഷ എഴുതിയാൽ മാത്രമേ എങ്ങോട്ട് മുകളിലോട്ട് പോകണോ കീഴോട്ട് പോകണമോ എന്ന് നിശ്ചയിക്കേണ്ടത്. ഹല്ലേലൂയ. ഒരു പരീക്ഷണശാലയിൽ ഒരു പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു പരീക്ഷ ഹാളിൽ കയറ്റിയിരിക്കുന്നത് പോലെ ദൈവം നിന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നല്ല പ്രവൃത്തിക്ക് വേണ്ടി നല്ല പ്രതിഫലം ഉണ്ട്. നല്ല പ്രവൃത്തി ചെയ്യുന്നവർക്ക് നല്ല മാർക്കിടുന്നൊരു ക്രിസ്തു നമുക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നല്ല മാർക്കിടുവാൻ ആമേ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആത്മാവിൽ നിന്ന് ജനിക്കണം. ഈ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോ ആമേ ആത്മാവിൽ നിന്ന് ജനിക്കുവാൻ, ജഡത്തിൽ നിന്നും ഈ ലോകപ്രകാരം ഈ ലോകത്തിന്റെ പാപത്തിലേക്ക് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും, നമ്മൾ ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞും ഈ ലോകത്തിന്റെ പാപത്തിലോട്ടാണ് ജനിച്ചു വീഴുന്നത്. പക്ഷേ അവന് 18 വയസ്സാകുമ്പോ അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോ അവന് പക്വത വരണം, അവന് അറിവുണ്ടായിരിക്കണം. അറിവില്ലാത്ത സമയത്ത് വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ അവന് പ്രായപൂർത്തിയായ ഏറ്റവും വലിയ പാപമാണ്. സ്വയം പറയണം, തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ടാവണം. അല്ല, സ്വയം തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളെ ഒന്ന് വെള്ളത്തിൽ കൊണ്ട് മുക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്വയം ചിന്തിക്കേണ്ട അറിവ് വേണം. എന്തിനാ? യേശുവിനായി സ്വീകരിക്കുന്ന അറിവ് ജ്ഞാനവും വേണം. ആരും പറഞ്ഞിട്ടല്ല ചെയ്യേണ്ടത്, ആരും പറയാതെ ചെയ്യുന്നവരാണ് ദൈവത്തെ സ്വീകരിക്കുന്ന യഥാർത്ഥ ദൈവ പൈതൽ. ഇന്ന് ആരും പറഞ്ഞിട്ടോ ഒരു വ്യക്തി നിർബന്ധിച്ചിട്ടോ ആമേ ഹല്ലേലൂയ ദൈവമക്കളെ അവസരം ദൈവം നമുക്ക് തരുമ്പോ
തരുന്ന അവസരത്തെ ശരിക്കും പ്രയോജനപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. കാര്യം വിളമ്പി തരുമ്പോൾ നല്ലപോലെ ഭക്ഷിക്കുവാൻ നമ്മൾ അതിനുള്ള കൃപ ഉണ്ടായിരിക്കണം. തരുന്ന അവസരത്തെ പ്രയോജനപ്പെടുത്തുക. ദൈവം തരുന്ന അവസരത്തെ നമ്മൾ ഇന്ന് പ്രയോജനപ്പെടുത്തില്ല എങ്കിൽ നാളെ നമുക്ക് ഈ അവസരം ഉണ്ടാവത്തില്ല. കാരണം ഓരോ ദിവസങ്ങളും മാറി തിരിയുന്നത് യാത് നിമിഷം വേണമെങ്കിലും ചിലപ്പോൾ അടുത്ത നിമിഷമായിരിക്കാം കർത്താവായ യേശു വരുന്നത്. ഇന്ന് ജനിക്കുന്നവർ ഇന്ന് ജനിക്കാൻ നോക്കുക. ആമേൻ, ഹല്ലേലൂയ. അവസരങ്ങൾ തരുന്നതിന് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ, ആമേൻ, ഹല്ലേലൂയ, അടുത്ത് നമുക്ക് ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കരുത്, വെയിറ്റ് ചെയ്യരുത്. നമ്മുടെ ലക്ഷ്യം മറക്കരുത്, ദൈവരാജ്യം. ദൈവ പൈതലെ, ഈ ഓട്ടക്കളത്തിൽ നീ ഓടുമ്പോ നിന്റെ ലക്ഷ്യം മറന്നു പോകരുത്. ഇന്ന് നമ്മൾ ഭൂമിയിൽ ഓരോ ദിവസം ജീവിക്കും തോറും നമ്മൾ ആർക്ക് വേണ്ടി ജീവിക്കുന്നു? ഭാര്യയ്ക്ക് വേണ്ടി ജീവിക്കുന്നു, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നു എന്ന് പറഞ്ഞ് പലതും സമ്പാദിച്ച് ബാങ്കിൽ അക്കൗണ്ടിലൊക്കെ സ്വരൂപിക്കുമ്പോ ഒരു കാര്യം നീ മറന്നു പോകരുത്. ഇതൊക്കെ ശരി തന്നെയാണ്. നിന്റെ ആത്മാവിനെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചില്ല എങ്കിൽ അത് നിന്റെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നല്ല കെയർ ചെയ്യും. അവർക്ക് വേണ്ടി LICയും പല ഡിപ്പോസിറ്റുകൾ നമ്മൾ ഇടും. അവർക്ക് വേണ്ടി നല്ല കെയർ ചെയ്യും. അവർക്ക് ഈ ലോകത്ത് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലത് കൊടുക്കും. ശരി തന്നെയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ നല്ല കെയർ ചെയ്യും, നല്ല ഫുഡ് കൊടുക്കും, എല്ലാം കൊടുക്കും, നല്ല വസ്ത്രം കൊടുക്കും, എല്ലാം ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത്, നമ്മുടെ ആത്മാവെന്നൊരു സാധനം ഉണ്ട്. അതാ ബൈബിൾ പറയുന്നത്, ആത്മാവിൽ നീ ജനിക്കണം. നീ ജഡത്തിൽ ജനിച്ച മനുഷ്യൻ ആത്മാവിലോട്ട് ജനിച്ചില്ലാത്ത പക്ഷം നിങ്ങൾ ഈ ഭൂമിയിൽ എത്ര ഓടിയാലും, എത്ര അധ്വാനിച്ചാലും, എത്ര കഠിനമായ ജോലി ചെയ്താലും, നിങ്ങൾ ഓവർടേക്ക് ജോലി ചെയ്താലും, രാത്രി നിന്നില്ല പകൽ നിന്നില്ല ചില ഓടുന്നവരുണ്ട് അല്ലേ? എത്രയോ നമ്മൾ കഷ്ടപ്പെടുന്ന, പകലും രാത്രിയും കണ്ടിന്യൂസ് കഠിനമായി ജോലി ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ അധ്വാനിച്ച് കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അനുഭവമുണ്ട്. ഇന്നലെ പെട്ടെന്നൊരു ഫോണിൽ കണ്ടെന്ന ഒരു ഫേസ്ബുക്കിൽ കണ്ട ഒരു വിഷയമാണ്. വിദേശത്ത് ഒരു അച്ചായ ജോലി ചെയ്ത് നല്ല പൈസയൊക്കെ ഉണ്ടാക്കി ഭാര്യയുടെ പേരിന് വസ്തുവും സ്ഥലവും വാങ്ങിച്ചു. നല്ല കാര്യം. ഭാര്യയുടെ പേരിന് വസ്തുവും സ്ഥലം വാങ്ങിക്കുന്നത് നല്ല കാര്യം. വസ്തുവും സ്ഥലവും വീട് വാങ്ങിച്ചു. അവിടെ നിന്ന് വീണ്ടും നല്ലൊരു വീട് വെച്ചപ്പോൾ നല്ല മനോഹരമായ വീട് വെച്ചു. വിദേശത്തൊക്കെ ജോലിക്ക് പോകുന്നവര് ഒരു സ്വപ്നമാണ് നല്ലൊരു വീട് വെക്കണം. വീട് വെച്ചിട്ട് അവസാനം വീട് ടൈലിട്ടു. ടൈലൊക്കെ കഴിഞ്ഞപ്പോ വിദേശത്ത് വർഷങ്ങൾക്ക് ശേഷം വരികയാണ്. ഇവിടെ വന്നപ്പോ ടൈലിട്ട ആളുമായിട്ട് ഭാര്യയായിട്ട് കുടുംബമായിട്ട് ജീവിക്കുകയാണ്. ആമേൻ, ഹല്ലേലൂയ. നല്ല വസ്തു വാങ്ങിച്ചു, വീട് വെച്ചു, നല്ല ടൈലിട്ടു. വന്നപ്പോ ടൈലിട്ട ആളുമായിട്ട് തന്റെ ഭാര്യ ജീവിക്കുകയാണ്. അപ്പോ വിദേശത്ത് അധ്വാനിച്ച എല്ലാ പണവും വെറുതെ പോയില്ലേ? ഹല്ലേലൂയ. അതാ പറഞ്ഞത്. ഇത് പറയുമ്പോ പലതും നമ്മൾ അറിയാതെ എവിടെയൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ ആത്മമണ്ഡലത്തിൽ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചില്ല എങ്കിൽ നമുക്കൊരു പരാജയം വരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ എന്തായിരിക്കണം? വെള്ളത്താൽ മാത്രമല്ല, വെള്ളത്തിൽ നിന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ സ്നാനപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നിങ്ങൾ ആത്മാവിൽ ജനിക്കണം. പരിശുദ്ധാത്മാവിൽ നിങ്ങളുടെ മേൽ നിറയണം. പരിശുദ്ധാത്മാവ് നിറയുവാൻ വേണ്ടി അതിനുവേണ്ടി ആഗ്രഹിക്കണം. അതാ ആത്മാവിൽ നിറയുമ്പോ നിന്റെ കാഴ്ചപ്പാട് മാറും, നിന്റെ സ്ഥിതിഗതി മാറും, നിന്റെ ചിന്താമണ്ഡലങ്ങൾ മാറും. ആത്മമണ്ഡലം നിനക്ക് വേണ്ടി തുറക്കും. പിന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്? നിന്റെ ജഡത്തിലല്ല നിയന്ത്രിക്കുന്നത്, സ്വർഗത്തിലെ ദൈവമായിരിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ കൺട്രോൾ ആര് നിയന്ത്രിക്കും? സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങളിൽ നീ നിയന്ത്രിക്കപ്പെടും. നിന്നെ നിയന്ത്രിക്കുന്നത് ആരാ? എന്നെ നിയന്ത്രിക്കുന്ന ആരാ? സ്വർഗത്തിലെ ദൈവമാണ്. രണ്ട് കാര്യം നമ്മൾ നടക്കണം. വെള്ളത്താൽ നമ്മൾ ജനിച്ചാൽ മാത്രം പോരാ, ആത്മാവിൽ ജനിക്കണം. എങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുള്ളൂ. അടുത്ത് പറയുന്നു, ജഡത്തിൽ ജനിച്ചവൻ ജഡമാകുന്നു, ആത്മാവിൽ ജനിച്ചവൻ ആത്മാവാകുന്നു. ഈ അറിവ് നമ്മുടെ ബുദ്ധിമണ്ഡലത്തിൽ വേണം. നിങ്ങൾ ജഡത്തിൽ ഇരിക്കുമ്പോൾ ജഡത്തിൽ നിന്ന് ചിന്തിക്കും. ഭയങ്കര ചിന്തയാണ്. ജഡത്തിന് കൊടുക്കുന്ന ആഹാരങ്ങളെല്ലാം നമ്മൾ കൊടുക്കും.
അപ്പോൾ ജഡത്തിൽ ജനിച്ചവൻ ജഡത്തിലാണ്. പക്ഷെ ജഡത്തിൽ നിന്ന് മാറി ആത്മാവിലോട്ടൊന്ന് കയറണം. പറയുക, നിങ്ങളുടെ ജഡവും ആത്മാവും ഒരുപോലെ നമ്മൾ കൊണ്ടുപോവുകയാണ്. ഒരു മനുഷ്യൻ കൊണ്ടുപോകുന്നത് ജഡവും ആത്മാവും ഒരുമിച്ച് കൊണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ട് പ്രയാസം വരുമ്പോൾ പറയും, ജഡം ഇരുന്ന് പറയും, എന്തിനിരുന്ന് കരയണത്, നീ എടുത്ത് ചാട് വെള്ളത്തിൽ. ഇത് ജഡം പറയും അല്ലേ, ചുമ്മാ അല്ലെങ്കിൽ തീയിലകട ചാട് ജഡം പറയും. പക്ഷെ ആത്മാവിന് ജയിക്കും പറയും, ഞാൻ ഇതിനെ ജയിക്കും. ജഡത്തിൽ പൊന്തി വരുന്ന പ്രതികൂലത്തെ ജയിക്കുവാൻ ആത്മാവിന് കഴിയും. രണ്ട് ഒരുപോലെ ഇരിക്കുകയാണ്. ജഡത്തിന്റെ പ്രവൃത്തിയെ വെട്ടുന്നതാണ് ആത്മാവ്. ജഡത്തിന്റെ മോഹത്തെ വെട്ടുന്നതാണ് ആത്മാവ്. ജഡത്തിൽ പൊന്തി വരുന്ന പാപത്തെ വെട്ടുന്നതാണ് ആത്മാവ്. ഓ ഹല്ലേലൂയ. ഇതാ ഞങ്ങൾ വിളിച്ചു പറയുന്നത്, നീ ജഡത്തിൽ നിന്ന് മാറി ആത്മാവിലോട്ട് കയറണം. ജഡവും ആത്മാവും, ജഡത്തിൽ ജനിക്കുന്നവൻ ജഡമാകുന്നു, ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവാകുന്നു. എവിടെ നിന്നാ മാറുന്നെന്ന് നോക്കിക്കൊള്ളണം. ജഡത്തിൽ നിന്നാണ് ആത്മാവിലോട്ട് കയറേണ്ടത്. ഇന്ന് ആരെങ്കിലും ജഡത്തിൽ ഇരുന്നാൽ അത് ജഡമാകുന്നു. നീ ജഡത്തിൽ നിന്നും ആത്മാവിലോട്ട് കയറണം. ആത്മാവിലോട്ട് കയറിയാൽ ജഡത്തിൽ പൊന്തി വരുന്ന പ്രതികൂലത്തെ ആത്മാവ് വെട്ടും. ദൈവ പൈതലേ, ആത്മാവിനോട് സഭയോട് ദൂത് പറയുന്നു, നീ ആത്മാവിൽ പറയുന്ന കാര്യത്തെ ജയിക്കുവാൻ ദൈവത്തിന്റെ കൃപ നിന്റെ മേലുണ്ട്. യെസ്, നീ പറയുന്നത് സംഭവിക്കും. നീ പറയുന്നത് സംഭവിക്കും. നീ പറയുന്നത് സംഭവിക്കും. വിശ്വാസത്തോടെ പറയുന്നത് അത് സംഭവിക്കും. നീ പറയുന്നത് ആത്മാവിലായിരിക്കണം. ശ്രദ്ധിച്ചു കേക്ക്. ജഡത്തീർന്ന് പ്രാവിയാലും, ഇനിയാണ് ശ്രദ്ധിച്ചു കേൾക്കാൻ, ജഡത്തീർന്നുകൊണ്ട് പ്രാവിയാലും ശപിച്ചാലും ആത്മാവിലിരുന്ന വ്യക്തിക്ക് ഏക്കത്തില്ല. ആമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, ജഡത്തിരുന്നു കൊണ്ട് നിന്നെ മണ്ണുവാരിട്ട് തൊഴുതാലും, നിനക്ക് എത്ര പൊങ്കാല ഇട്ടാലും, ഓ എത്ര മന്ത്രവാദം ചെയ്താലും, എത്ര അഭിചാരം ചെയ്താലും, എത്ര കോഴി വെട്ടിയാലും കിടായ് വെട്ടിയാലും, ജഡത്തിരുന്ന് വെട്ടിയാൽ ആത്മാവിലിരിക്കുന്നവന് ഇന്ന് പല ജഡത്തിനോട് ചെയ്യുന്ന പ്രവർത്തികളെ ആത്മാവ് എരിക്കും. യെസ്, പിടിച്ചട് ആത്മാവിന്റെ തീ ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഓ, നിനക്ക് എതിരായിട്ട് ജഡത്തിൽ ചെയ്യുന്ന പ്രവർത്തികളെ, ഓ റീബാബാബ ഷാബാര കമാന വൈഡമാന ധനമന അന്തല ബൗഡബ രാജപദീന രഗന ബൗഷബ രാജപദീന രഗന വൈഡബ രാജപദീന രഗനെ അസ്തൽ പ്രൗഡബ രാജപദീന രഗന. അതുകൊണ്ട് ശ്രദ്ധിക്കേ, ജഡത്തീർന്ന് പ്രാവ്യ ഒരു പ്രാക്കും നിന്റെ തലമുറയ്ക്കോ നിനക്കോ ഒന്നും ഫലിക്കത്തില്ല. കാരണം നീ ആത്മാവിലായിരിക്കുന്നത്. ശ്രദ്ധിക്കേ, നീ ജഡത്തിൽ ഇരുന്നു കൊണ്ട് ജഡത്തിൽ നിന്ന് പ്രാവിയ, ജഡവും ജഡമേ ചേരുള്ളൂ. ജഡത്തിൽ നിന്ന് ജഡത്തിൽ പ്രാവിയ കേൾക്കും. പക്ഷെ അതുകൊണ്ട് ഇന്ന് ജഡം വിട്ട് ആത്മാവിലോട്ട് കയറണം. നീ ആത്മാവിലായാൽ മറ്റുള്ളവർ ജഡത്തിരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാവിനൊന്നും ഏക്കത്തില്ല. ഹല്ലേലൂയ. ഇന്ന് മാനുഷ്യമായി ഇരുന്നു കൊണ്ട്, ജഡത്തിനകത്തിരുന്നു കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ക്രിയകൾ ആത്മാവിന്റെ അടുത്ത് പോലും വരത്തില്ല. നീ ഇവിടെ ഇരുന്നുണ്ടെങ്കിലും നിനക്ക് വിദൂരത്തിൽ 50 കിലോമീറ്റർ ഇരുന്നു കൊണ്ട്
അഭിചാരം ചെയ്താലും ആത്മാവിനെ ഏക്കത്തില്ല. ഹല്ലേലൂയ. കാരണം ഇത് ആത്മാവാകുന്നു. അതുകൊണ്ടാണ് പല പൂജാരിമാർ പറയാറുണ്ട്, പ്രാർത്ഥിക്കുന്നവന് ഞങ്ങൾ എത്ര കർമ്മം ചെയ്തിട്ടും എത്ര പൂജ ചെയ്തിട്ടും യാക്കുന്നില്ല. ഇവിടുത്തെ ശക്തികൾക്ക് ഇരിക്കാൻ പറ്റണില്ല. ശക്തികൾക്ക്, പൈശാചിക ശക്തികൾക്ക് ഇളക്കം സംഭവിക്കുന്നുണ്ട്. ആമേൻ, ആമേൻ, ആമേൻ. ആത്മാവ് പ്രാപിച്ചവൻ എത്ര പൈശാചിക മണ്ഡലത്തിലൂടെ കടന്നു പോയാലും അഭിഷേകം പ്രാപിച്ചവൻ, ആത്മാ പ്രാപിച്ചവൻ, നിങ്ങൾ എത്ര പൈശാചിക ശക്തികളുടെ അടുത്തൂടെ പോയാലും നിങ്ങൾക്ക് പേടിയില്ല. അത് ഇളകി പോകും. ആ ശക്തി ഇളകി പോകും. നിങ്ങളെ കണ്ട് ഭയപ്പെടും. അഭിഷേകം പിടിച്ചത് അത് എനിക്ക് വേണം, ആ തീ എനിക്ക് വേണം. അതുകൊണ്ടാ എന്നെ പോലുള്ള ദൈവദാസന്മാര് ചില സ്ഥലങ്ങളിലൊക്കെ കടന്നു പോകും. ഹല്ലേലൂയ. കാരണം ഞങ്ങൾ കടന്നു പോകുമ്പോ ആ ദേശത്തിന്റെ മേൽ ആധിപത്യം പുലർത്തുന്ന പൈശാചിക ശക്തികൾക്ക് തീ പിടിക്കും. കാരണം അതിനെ തകർക്കേണ്ട തീ നമ്മുടെ മേലുണ്ട്. ഇന്ന് നിന്നെ തകർക്കത്തില്ല, നിന്നെ ദേശത്ത് നിന്നെ തകർക്കത്തില്ല. നീ ഓടണ്ട. ഇന്ന് പൈശാചിക ശക്തി വിട്ടോടാൻ പോകുക. നീ പേടിക്കരുത്, നീ ഭയപ്പെടല്ലേ. നിന്നെ ഭയപ്പെടുത്തുക, നിന്നെ കണ്ട് പേടിക്കത്തക്കവണ്ണം ദേശം മാറാൻ പോകുകയാണ്. അതുകൊണ്ട് ഹല്ലേലൂയ. പ്രതികൂലങ്ങൾ വരുമ്പോ, നിനക്കെതിരായിട്ട് പ്രതികൂലം വരുമ്പോ ആത്മാവിൽ ജയിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അല്ല, ആത്മാവിൽ ജയിക്കാതെ ജഡത്തിന്റെ പ്രവർത്തികളെ ശരീരം വിട്ടുകൊടുക്കരുത്. സ്വയം എടുത്ത് ശരീരത്തിന് മുറിവേൽക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുക, മുറിക്കുക, തൂങ്ങുക, ചാടുക, ഓടുക. പ്രശ്നം വന്ന് ഓടിയാൽ പിശാച് ഓട്ടിച്ചിട്ടടിക്കും. നമുക്ക് പ്രശ്നം വന്ന് നമ്മൾ ഓടാൻ നിന്ന ഏത് കടിക്കാത്ത പട്ടിയും കുരയ്ക്കും. പക്ഷെ നമ്മൾ ഓടാൻ നോക്കി നോക്ക്, പട്ടി നമ്മളെ കൂടെ ഓടും. ഈ നായ്ക്കളെ നോക്കിക്കോളാം. പക്ഷെ നമ്മൾ ഓട്ടിക്കാൻ നോക്കി നോക്ക്. ആരുടെ പേരിന്? യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ നീ പറയുന്നുണ്ടെങ്കിൽ ആ നായ് ഓടും. നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്, പരീക്ഷിച്ച് നോക്ക്. ചില നായ്ക്കൾ വായു വളർന്നിരിക്കും. ഞാൻ വിചാരിക്കും ഇപ്പൊ എന്നെ തിന്നും. പക്ഷെ യേശുവിന്റെ നാമത്തിൽ മിണ്ടരെന്ന് പറഞ്ഞാൽ വാടയും. ചലിക്കലെന്ന് പറഞ്ഞാൽ അത് ചലിക്കത്തില്ല. എന്തുകൊണ്ട്? ആത്മാവിലാണ്ടാണ്. ഞാൻ പറയുന്ന ജഡത്തിലല്ല പറയുന്നത്, ആത്മാവിലാ പറയുന്നത്. ഇന്ന് പറയുന്ന പ്രവൃത്തി ആത്മാവിലായിരിക്കണം. നമ്മൾ പറയുന്നത് ആത്മാവിൽ ജനിച്ചാൽ മാത്രമേ ആത്മാവിലെ പ്രവൃത്തി നടക്കൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇതാ പറയുന്നു, നിങ്ങൾ പുതിയതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയാൽ ആശ്ചര്യപ്പെടരുത്. പുതിയതായിട്ട് ജനിക്കുക യേശു പറഞ്ഞാൽ നിങ്ങൾ ആശ്ചര്യപ്പെടരുത്. അയ്യോ അത് ഭയങ്കര സംഭവമാണ് എന്ന് പറയരുത്. ഹല്ലേലൂയ. നീ പുതിയതായിട്ട് ജനിച്ചേ തീരൂ. അമ്മയുടെ ഉദരത്തിനകത്തുനിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ യേശു പറയുന്നത് പോലെ ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അത് പറ്റത്തില്ല പാസ്റ്ററെ, എന്നെ കൊണ്ട് പറ്റത്തില്ല, എനിക്ക് പറ്റത്തില്ല. നീ ജഡത്തിൽ ഇരിക്കുമെങ്കിൽ ഇന്ന് നായ്ക്കൾ വലിച്ചു കീറും പോലെ പലതിനെ വലിച്ചു കീറി തിന്നുകൊണ്ടിരിക്കുക അല്ലേ? ചില കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടോ ഉപദ്രവിക്കുന്ന കണ്ടിട്ടുണ്ടോ? നായ്ക്കൾ ഉപദ്രവിക്കുന്ന കണ്ടിട്ടുണ്ടോ?
ഒരുപാട് ശരീരത്തിന്റെ നമ്മൾ ജഡത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങളാണ് ദൈവമക്കളെ. പക്ഷെ ആത്മാവിൽ ഇരിക്കുമ്പോ പ്രശ്നമുണ്ടെങ്കിലും നീ ആത്മാവിൽ നിന്റെ ശരീരത്തെ പറഞ്ഞാൽ മതി, സകലത്തെ അമർച്ച ചെയ്യുക, നിന്റെ രോഗത്തെ ശാപത്തെ പൊട്ടിക്കുക, പാപത്തെ കഴുകുവാൻ ആത്മാവിന് കഴിയും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീ പുതിയതായി മാറണം. ദൈവം ആഗ്രഹിക്കുന്നത് സഭ പുതിയതായി മാറണം. നിങ്ങളെ ചിന്തകൾ പുതിയതായി മാറണം. നിങ്ങളെ പ്രവൃത്തികൾ പുതിയതായി മാറണം. അതുകൊണ്ട് വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഒരിക്കലും പഴയ ഒരു അനുഭവത്തിലോട്ട് പോകരുത്. പഴയ നിങ്ങളെ ഹൃദയത്തിനകത്ത് എവിടെയെങ്കിലും ഒളിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ അതിനെ എടുത്ത് കളയണം. പ്രൈസ് ദി ലോർഡ്. അത് വെച്ചുകൊണ്ടിരിക്കരുത്. പക്ഷെ അങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ നീ ജനിച്ചിട്ടില്ല, നീ ആത്മാവില് ജനിച്ചിട്ടില്ല. ഹല്ലേലൂയ. ഇനി ആരെങ്കിലും കാണുമ്പോ പഴയ കാര്യങ്ങൾ, നടന്ന കാര്യങ്ങൾ, നിങ്ങളെ കെട്ടിയവനെ കുറിച്ചും കെട്ടാത്തവനെ കുറിച്ചൊക്കെ നാട്ടുകാരത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങൾ പുതിയതായിട്ട് ജനിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. കേൾക്കേണ്ട കാര്യം മാത്രം കേൾക്കുക, പറയേണ്ട കാര്യം മാത്രം പറയുക. സുഖമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ആരെയും കരയിക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക. കാര്യം നിന്റെ അകത്തൊരു ആത്മാവുണ്ട്. ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം പറയാതിരിക്കുക. ആമേ, ഹല്ലേലൂയ. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഇപ്പൊ എന്നെ കുറിച്ച് 10 നുണയാണ് വെളിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. എന്നെ കുറിച്ച് 10 നുണ വെളിച്ചെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ അറിയുന്നില്ല, പറയുന്നത് ദൈവ പൈതലിനെയാണ്. ആ ബോധ്യം എനിക്കുണ്ട്. പക്ഷേ നമ്മൾ ചെന്ന് പറയുന്നത് കേൾക്കുന്നവർ ജഡമാണ്, പറയുന്നത് ആത്മീയനാണെന്ന് ഓർമ്മ വേണം. അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാകൂ. ഹല്ലേലൂയ. ആരെയും തകർക്കുന്നത് ഒരിക്കലും പറഞ്ഞ് നിന്നിലൂടെ വരേണ്ടത് ആത്മാവിന്റെ ഫലങ്ങളാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ഇന്ദ്രവിന് പരോപകാരം, സകലത്തിന് 9 ഫലങ്ങൾ, ആത്മാവിന്റെ ഫലങ്ങൾ നിന്റെ മേൽ പുറപ്പെടണം. ഇതെല്ലാം ഉണ്ടാവണം. ആത്മാവിന്റെ 9 ഫലങ്ങൾ നിങ്ങൾ പുറപ്പെടണം. ഹല്ലേലൂയ. നിങ്ങളെ പഴയ മനുഷ്യൻ മാറി. യേശുവിനെ സ്വീകരിച്ചത് മുഖാന്തരം ജലസ്നാനത്തിലൂടെ മാത്രമാണ്. നിങ്ങൾ യേശുവിനെ സ്വീകരിച്ച മുഖാന്തരം നീ പുതിയ സൃഷ്ടിയാണ്. നീ പുതിയതായിട്ടുണ്ടെങ്കിൽ എന്റെ കർത്താവ് നിനക്ക് വേണ്ടി പുതിയതായി ചെയ്യാൻ പോവുകയാണ്. പഴയ മനുഷ്യൻ നീ മൂടിക്കളഞ്ഞു. കർത്താവേ, എനിക്ക് പുതിയതെന്ന് ചെയ്യണം. എത്ര പേര് ആഗ്രഹിക്കും എനിക്ക് പുതിയത് വേണം? പഴയ വസ്ത്രം വേണോ പുതിയ വസ്ത്രം വേണോ? വിഴുപ്പ് ചുമക്കരുത്. ഈ വചനം കേൾക്കുമ്പോ വിഴുപ്പ് ചുമക്കാനല്ല ദൈവം വിളിച്ചിരിക്കുന്നത്, പുതിയത് ചുമക്കുവാനാണ്. പുതിയത് ചുമക്കാൻ ആരെങ്കിലും വിഴുപ്പ് ചുമക്കാനാണോ ദൈവം വിളിച്ചത്? അല്ല, പുതിയത് ചുമക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പഴയതിനെ മാറി പുതിയതിലോട്ട് വരുവാൻ. ആമേ, ഹല്ലേലൂയ. നിങ്ങൾ പുതിയ ജനിക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറയണ ആശ്ചര്യപ്പെടും. അടുത്ത് പറയുന്നു, കാറ്റ് വായിച്ചു. കാറ്റ് ഇഷ്ടമുള്ളിടത്ത് ഊതുന്നു, അതിന് ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിൽ ജനിച്ചവനെല്ലാം അതുപോലെ ആകുന്നു. ശ്രദ്ധിച്ചു കേൾക്കുക. കാറ്റ് ഇഷ്ടമുള്ളിടത്തുനിന്ന് ഊതുന്നു, അതിന്റെ ശബ്ദം നീ കേൾക്കുന്നു, എങ്കിലും അത് എവിടെ നിന്ന് വരുന്നു എന്ന് എവിടേക്ക് പോകുന്നു എന്ന് അറിയുന്നില്ല. നോക്കിക്കോളാം, കാറ്റ് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നാണ് ഊതുന്നത്. കാറ്റ് എവിടെ നിന്ന് പറഞ്ഞ് അറിയാൻ പറ്റുമോ? എവിടെ കൂടെയൊക്കെ പറഞ്ഞു തണുപ്പ് കിട്ടുന്നുണ്ട്, എവിടെ കൂടെയൊക്കെ തണുപ്പ് വന്ന് അടിക്കുന്നുണ്ട് പാസ്റ്ററെ. അതാണ് നീ അറിയാത്തൊരു സാന്നിധ്യം. പരിശുദ്ധാത്മാവ് വരുന്നത് അതുപോലെയാ. കാറ്റ് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നും, കാറ്റ് ഇഷ്ടമുള്ള അടുത്തുനിന്ന് ഊതുന്നു. നീ ദൈവത്തിൽ ഇഷ്ടമുള്ള ദൈവമക്കളെ ആത്മാവിൽ ജനിക്കുമ്പോ ദൈവ ഇഷ്ടമുള്ളവരുടെ മേൽ പകരുക. ദൈവത്തിന് ഇഷ്ടമുള്ളതായി നീ മാറണം. കാറ്റുമെന്ന് പറയുന്നത് അത് ഇഷ്ടമുള്ള സ്ഥലത്ത് ഊതണമെങ്കിൽ നീ ദൈവത്തിന്റെ ഇഷ്ടമുള്ള മക്കളായി മാറണം.
കാറ്റ് എങ്ങനെ പകരുന്ന പോലെ ഒരു കാറ്റ് വന്ന് എങ്ങനെ വരുന്നുണ്ടോ, എവിടെ നിന്ന് വരുന്നെന്ന് അറിയുന്നില്ല. അത് ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് വരുന്നു, അതിന് എവിടെ നിന്നൊരു വര വെച്ചിട്ടില്ല. അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടെ നിന്ന് പോകുന്നു അറിയുന്നില്ല. അതിന്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ അനുഭവിക്കുന്നുണ്ടല്ലേ? ഇന്ന് അനുഭവിക്കുന്ന വിടുതൽ പറ. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന സൗഖ്യം അത് ദൈവത്താലാണ്. അനുഭവിക്കുന്നവർക്കായി സ്തോത്ര. ആ സാന്നിധ്യം അനുഭവിക്കുന്നവർക്കായി സ്തോത്ര. ഞാൻ അനുഭവിക്കുന്ന ആരോഗ്യത്തിനായി സ്തോത്ര. ഞാൻ അനുഭവിക്കുന്ന സന്തോഷത്തിനായി സ്തോത്രം. കാറ്റ് ഇഷ്ടമുള്ള അടുത്തേക്ക് ഊതുന്നു, അതിന്റെ ശബ്ദം കേൾക്കുന്നു. എങ്കിലും എവിടെ നിന്ന് വരുന്നുവെന്ന് എവിടേക്ക് പോകുന്നെന്ന് അറിയുന്നില്ല. അതാണ് എവിടെ നിന്ന് വരുന്നോ എവിടെ നിന്ന് പോകുന്നില്ലോ നമ്മൾ അറിയുന്നില്ല, പക്ഷെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. അത് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വരുന്നു, അത് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, കാറ്റിന്റെ മേൽ പകരുന്ന ഒരു സാന്നിധ്യം, കാറ്റിലൂടെ വരുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് അനുഭവിക്കുന്നവര്, ഇന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടോ, പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബ്ദം കേൾക്കുന്നുണ്ട്. അത് എവിടെ നിന്ന് വരുന്നുണ്ടെന്നോ എവിടേക്കോ പോകുന്ന അറിയുന്നില്ല. അതാണ് ദൈവത്തിന്റെ അഭിഷേകം. നമുക്ക് കിട്ടുന്ന ആത്മാവിൽ ജനിക്കുന്നവർ നഷ്ടപ്പെടരുത്. നിങ്ങളുടെ അഭിഷേകം നഷ്ടപ്പെടരുത്. അത് നഷ്ടപ്പെടരുത്. അത് എപ്പോഴും വേണോ അത് നഷ്ടപ്പെടുവാൻ എന്നുവെച്ചാൽ അവസരം കൂടുതലാണ്. പക്ഷെ നമ്മൾ തരുന്ന അഭിഷേകത്തെ നഷ്ടപ്പെടാതെ നിലനിർത്തുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ദൈവമേ, നീ എന്നിൽ പകർന്നൊരു അഭിഷേകമുണ്ട്, ഒരു ശുശ്രൂഷ കൊണ്ട് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന വിളിച്ചു പറയുന്നു. നഷ്ടപ്പെട്ട ശുശ്രൂഷയെ നീ നശിപ്പിക്കരുത്. നോക്കിക്കോളാം. ആമേൻ, ആമേൻ. ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നത് പ്രസ്താവിക്കുന്നത് കണ്ട് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾ അറിയുന്നതിനെ പ്രസ്താവിക്കുകയും സാക്ഷീകരിക്കുന്നു. ഇന്ന് നമ്മളൊരു ദൈവ സാന്നിധ്യം അനുഭവിച്ചാൽ നമ്മൾ സാക്ഷീകരിക്കും, അല്ലേ? മറ്റുള്ളവർക്ക് പറയും. നമുക്ക് കിട്ടുന്ന അനുഗ്രഹത്തെ നമ്മൾ മറ്റുള്ളവർക്ക് അത് മറ്റുള്ളവർ കാണുക മാത്രമല്ല, അത് പകരുകയും ചെയ്യും. അതാ നീ പ്രസ്താവിക്കണം. നിങ്ങൾ അനുഭവിക്കുന്ന അനുഗ്രഹത്തെ നിങ്ങൾ പ്രസ്താവിക്കണം. അത് ഒരിടത്ത് മൂടി വയ്ക്കുന്നതല്ല, അത് പ്രസ്താവിക്കണം. ഹല്ലേലൂയ. പ്രസ്താവിക്കുക കണ്ട് സാക്ഷീകരിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. ഹല്ലേലൂയ. ഞങ്ങൾ പല അത്ഭുതങ്ങൾ കണ്ടിട്ടും അവൻ നടന്നിട്ട് പോലും, ഞങ്ങൾ പറഞ്ഞിട്ട് പോലും നിങ്ങൾ കൈക്കൊള്ളുന്നില്ല. ഇന്ന് പലർക്കും കുറിച്ച് എത്ര അത്ഭുതങ്ങൾ കണ്ടാലും പറഞ്ഞാലും വിശ്വസിക്കാത്ത ഒരു കൂട്ടരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പലരും അത്ഭുതങ്ങൾ കാണുന്നു, ദൈവത്തിന്റെ വീര്യപ്രവൃത്തി അറിയുന്നു. ആമേ ഹാമേ. ദൈവത്തിന് മഹാ അത്ഭുതങ്ങൾ നടന്നിട്ട് പോലും ഞങ്ങൾ സാക്ഷീകരിക്കുന്നെങ്കിലും പലരും കൈക്കൊള്ളുന്നില്ലാതാനും. ഹല്ലേലൂയ. ഇന്ന് ഒരു കൂട്ടർ അങ്ങനെയാണ്. മോനെ, ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ പലർക്ക് കൈക്കൊള്ളാൻ പറ്റുന്നില്ല, അതിനകത്ത് പ്രാപിക്കാൻ പറ്റുന്നില്ല, ആത്മാവിനോട് ജനിക്കാൻ പറ്റുന്നില്ല, അവർക്ക് യേശുവിനോട്ട് കയറി വരാൻ പറ്റുന്നില്ല. അവരെല്ലാം ഇന്ന് ലോകത്തിലേക്ക് നയിക്കുന്നത് ജഡത്തിലിരുന്നോടെ ജഡത്തിന്റെ ആത്മാവാണെന്ന് വിളിച്ചു പറഞ്ഞു. ജഡത്തിന്റെ ആത്മാവിന് ഇന്ന് വെട്ടി കയറി വരുവാ. ഇന്ന് ജഡത്തിലിരുന്നു കൊണ്ട് ജഡം നിന്നെ നശിപ്പിക്കും. ജഡം എപ്പോഴും ഒരു മനുഷ്യനെ തള്ളിയിടുന്നത്, അവൻ വലിയ ഒരു പദ്ധതി ഒരുക്കും. ഒരു മനുഷ്യന്റെ ആയുസ് ജീവിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ എത്രയോ ഇന്ന് ലോകത്തിൽ എത്രയോ വ്യക്തികൾ. കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിൽ നിന്ന് തോന്നുന്നു ഒരു 17-21 വയസ്സുള്ള പെൺകുട്ടിയെ അർദ്ധരാത്രി വിളിച്ചിറക്കി കൊണ്ടുവന്ന്, സ്ഥലം ഓർക്കുന്നില്ല, ഒരു സ്ഥലത്ത് വെട്ടി ഞുറുക്കി ആമയെ മരിച്ചു കിടന്ന അനുഭവങ്ങൾ. ഇന്ന് എവിടെയാണ് ജഡം? ഇന്ന് അപ്പനും അമ്മയും മക്കളെ ഹോസ്റ്റലിൽ നിർത്തുമ്പോൾ ഈ രാത്രികളിലൊക്കെ മക്കൾ എവിടെയാണ് പോകുന്നതെന്നത് അപ്പനും അമ്മയും അറിയത്തില്ല. പക്ഷെ നീ ജഡത്തിൽ ജനിച്ചില്ല എങ്കിൽ, ആമ ജഡത്തിൽ ജനിച്ച ആത്മാവിലോട്ട് കയറിയില്ല എങ്കിൽ, ജഡം ഇന്ന് പലതും ഈ ലോകത്തിന്റെ പാപത്തിലോട്ട് കൊണ്ടുപോകുവാൻ ഇന്ന് പലതും ജഡത്തിൽ നിന്ന് വലിച്ചു കൊണ്ടുപോയി ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് തീരുന്ന മുമ്പേ ഒരു മരണത്തിലോട്ട് കൊണ്ടുപോകുന്നതാണ് ജഡത്തിന്റെ പ്രവൃത്തി. ഇന്ന് ദൈവ പൈതലെ, നമ്മൾ ജഡത്തിൽ നിന്ന് ജയിക്കണം. ആ ജഡത്തിൽ ജയിക്കണമെങ്കിൽ ഇത് നമുക്ക് ആത്മാവിലോട്ടൊന്ന് കയറണം. ആത്മാവിലോട്ട് വരാതെ പക്ഷം എപ്പോഴും നമ്മളെ ജഡത്തിനെ ബാക്കിലോട്ട് വലിക്കുന്ന, പിന്നിലോട്ട് വലിക്കുന്ന ജഡത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് തിരുവചനം വിളിച്ചു പറയുന്നു. ഇന്ന് പല സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ, കൈക്കൊള്ളാൻ കഴിയാതെ മാറി നിൽക്കുന്നവരുണ്ട്. എന്നാൽ ഭൂമിയിലുള്ളത് വായിച്ചു
ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? നോക്കണം, ഭൂമിയിൽ നിന്നുകൊണ്ട് ഭൂമിയിലുള്ളത് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല. ഈ വിശ്വസിക്കാത്തവരോട് പറയുകയാണ്, എങ്കിൽ ഞങ്ങൾ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഭൂമിയിലുള്ളത് കാര്യങ്ങൾ പറഞ്ഞാൽ പലർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അവർ ഭൂമിയിൽ വിശ്വസിച്ചാൽ മാത്രമേ സ്വർഗത്തിലെ കാണാത്ത കാര്യങ്ങളെ വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. ഭൂമി ഉള്ളതുപോലെ സ്വർഗമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ബൈബിൾ പഠിപ്പിക്കുന്നു, ഭൂമി ഉള്ളതുപോലെ ഭൂമി ഉണ്ടോ ഇല്ലയോ? അത് ജീവിക്കണോണ്ട് ഭൂമി ഉണ്ടെന്ന് പറയാം. സ്വർഗമുണ്ടോ? ഞങ്ങൾ സ്വർഗത്തിൽ പോയിട്ടില്ല, പോയിട്ട് ഒന്ന് പറയാന്ന് പറയും. പക്ഷെ ബൈബിൾ പഠിപ്പിക്കുന്നു, ഭൂമിയിൽ ഉള്ളതുപോലെ നിങ്ങൾ ഭൂമിയിൽ നിന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന പോലെ മാത്രമേ സ്വർഗത്തിൽ വിശ്വസിക്കാൻ പറ്റൂ. ഇന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രമേ സ്വർഗത്തിൽ വിശ്വസിക്കാൻ പറ്റൂ. പലർക്ക് വിശ്വസിക്കാൻ കഴിയാതെ ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ, അപ്പന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പണത്തോടെ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ നിങ്ങൾ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്വർഗത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ച് എത്ര പ്രസംഗിച്ചാലും പ്രസംഗിക്കുന്നവരെ ആരോഗ്യം പോണല്ലാതെ നിങ്ങൾക്കൊരു പ്രയോജനമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ആമേ ഹല്ലേലൂയ, വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ള നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നവനായ യേശു ക്രിസ്തു, മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. ഈ സ്വർഗത്തിലോട്ട് പോകണമെങ്കിൽ ചില കടമ്പകൾ കടക്കണം. പാസ്പോർട്ട് കിട്ടാതെ ഒരിക്കലും വിദേശത്ത് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ, ഇവിടെ നിന്ന് ഒരു യാത്ര തിരിക്കണമെങ്കിൽ, ആമേ ഹല്ലേലൂയ, ഒന്ന് വെള്ളത്താൽ ജനിക്കണം. വെള്ളത്തിലൂടെ ജനിച്ചാൽ മാത്രം പോരാ. ഈ വെള്ളത്തിൽ ജനിച്ചവർ മാതാവും ഞാൻ സ്നാനപ്പെട്ടെന്ന് പറയുന്നത് മാത്രം പോരാ, ആത്മാവിൽ ജനിക്കണം. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ബലഹീനങ്ങളും ഉണ്ടെങ്കിൽ ഏറ്റു പറയണം. സ്നാനപ്പെട്ടിട്ട് പഴയ സ്വഭാവം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ആത്മാവിൽ ജനിച്ചവരല്ല. അത് ഒരിക്കലും നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പോകാൻ പറ്റത്തില്ല. നിങ്ങൾ പുതിയതായി മാറണം. ഒരമ്മയുടെ വയറ്റിൽ നിന്ന് ഒരു ശിശു എങ്ങനെയാണോ വന്നത്, ഇപ്പോൾ ജനിച്ച ശിശുവിനെ പോലായി തിരിഞ്ഞില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റത്തില്ല. ശിശുക്കളെ പോലെ നിങ്ങൾ തിരിഞ്ഞില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുക. എന്താ ശിശു? ഇപ്പോൾ ജനിച്ച ശിശുവിനെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും അറിയാമോ? അവിടെ ഇരുത്തി അവിടെ ഇരിക്കും, കൊടുത്ത തിന്നും. വേറെ ഇത് ചിന്തയുണ്ടോ? ഒന്നുമില്ല. അതിന്റെ ബുദ്ധിമണ്ഡലങ്ങളെല്ലാം ഭയങ്കര ഫ്രീ ആണ്. ആമേ ഹല്ലേലൂയ. അതുപോലെ ആയിത്തീരണം. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് നിനക്ക് തന്നെ ഒരു ബലം ഉണ്ടായിരിക്കണം. പറ, എന്നിൽ വാഴേണ്ടത് ക്രിസ്തുവായിരിക്കണം, ക്രിസ്തുവായിരിക്കണം. നീ പുതിയതായി മാറണം. ആമേ ഹല്ലേലൂയ. അപ്പോ സ്വർഗത്തിലോട്ട് പോകണമെങ്കിൽ ആമേ നമുക്ക് എന്തുണ്ടായിരിക്കണം? ദൈവത്തോടുള്ള ഒരു നിരപ്പുണ്ടായിരിക്കണം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ എത്ര വലിയ ആൾക്കാരായാലും, എത്ര വലിയ കോടീശ്വരനായാലും, എത്ര സാധുക്കളായാലും, ഇതൊക്കെ ഭൂമിയിലുണ്ട്. വലിയവനും ചെറിയവനും എല്ലാവരും ഉണ്ട്. കുറെ പണം കൊടുക്കാന്ന് പറഞ്ഞാലും, കുറെ വസ്തു എഴുതി കൊടുക്കാന്ന് പറഞ്ഞാലും, പൊന്നും വെള്ളിയും കൊടുക്കാന്ന് പറഞ്ഞാലും, ഡോക്ടർമാർക്ക് വാരി കൊടുക്കുന്നത് പോലെ ഒന്നും ദൈവത്തിന് കൊടുക്കാൻ പറ്റൂല. മനസ്സിലാവുന്നുണ്ടോ? എനിക്കൊരു പാസ്പോർട്ട് വേണം, ഒരു ഐഡന്റിറ്റി കാർഡ് വേണം, ദൈവസ്ഥലങ്ങളും ലക്ഷങ്ങളൊന്നും വാരിക്കൊടുത്ത് എൻ്റെ പണം കൊണ്ട് ഒന്നും നടക്കത്തില്ല. നീ വെള്ളത്തിൽ ഇറങ്ങിയേ പറ്റൂ. ആമേ ഹല്ലേലൂയ. ഇത് ദൈവം പറഞ്ഞ കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് ഒരു യാത്ര തിരിക്കണമോ? ഈ ഭൂമിയിൽ ജീവിച്ചിട്ടൊരു യാത്ര തിരിക്കണമോ? ഈ യാത്ര ചെന്ന് എത്തുന്ന ഒരു സ്ഥലമുണ്ട്. സഞ്ചരിച്ച് ഇടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. അത് വെള്ളത്താൽ മാത്രം തീരുന്നില്ല, അവിടെ കൊണ്ട് തീരുന്നില്ല. ആത്മാവിലായി തീർന്നാൽ മാത്രമേ, ഇതാ പറയുന്നു, നിങ്ങൾക്ക് സ്വർഗത്തിലോട്ട് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇന്നു മുതൽ പറയണം, ഞാൻ ദൈവമേ ആത്മാവിനൊന്ന് ആക്കണമേ. നിങ്ങൾ ചിന്താമണ്ഡലം മാറി ഒരു പുതിയ വ്യക്തിയായി മാറുക. ഇന്നു മുതൽ എത്ര പേര് കരയും, അവരോട് പ്രാർത്ഥിക്കും. നിങ്ങൾ ആത്മാവിൽ നിന്ന് ആരാധിക്കണം. ചിലർ ആരാധിക്കുമ്പോൾ കണ്ണു തുറന്നിരിക്കും. അവരുടെ ആരാധന ഏറ്റവും വലിയ സൂപ്പർ ആരാധന. ചിലർ ആരാധിക്കുമ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കും. അതാണ് സൂപ്പർ ആരാധന.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവിൽ ആരാധിക്കണം. ദൈവം എന്താണ്? ആത്മാവും സത്യമാണ്. ഹല്ലേലൂയ. ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. നിങ്ങൾ ആത്മാവിലായില്ല എങ്കിൽ, ഇപ്പോഴും ജഡത്തിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യഥാർത്ഥമായി ജനിച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും ജഡത്തിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശരിക്കും ആത്മാവിൽ ജനിച്ചിട്ടില്ല. ഹല്ലേലൂയ. അകത്ത് നീക്കം വരാതെ നിന്റെ ഭവനത്തിനകത്ത് നീക്കം വരൂല. ഹൃദയത്തിനകത്ത് വിടുതൽ വന്നു കഴിഞ്ഞാൽ ഭവനത്തിനകത്തും വിടുതൽ വരും. ഇന്ന് ഹൃദയത്തിനകത്ത് വിടുതൽ വരാതെ എത്ര കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും മറുപടി കിട്ടൂല. കാരണം ഹൃദയശുദ്ധി ആദ്യം വരണം. ഒരു മനുഷ്യന് ഏറ്റവും വേണ്ടത് ഹൃദയശുദ്ധി എന്നുള്ള സാധനം വേണം. ഈ ഹൃദയത്തിനകത്തൊരു ശുദ്ധീകരണവും ആത്മാവിൽ വന്നില്ല എങ്കിൽ നമ്മൾ എന്തൊക്കെ തട്ടിക്കൂട്ടി ജീവിച്ചാലും അവസാനം അത് പൊട്ടിപ്പോകാറുണ്ട്. പൊട്ടിപ്പോകാതിരിക്കുവാനാണ് ആത്മാവിന് നീക്കം വരാതെ ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ പൂർണ്ണമായി കഴുകിക്കളയണം. ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ജഡം ചെയ്ത കാര്യങ്ങൾ, പഴയ കാലത്ത് അപ്പൂപ്പന്റെ കാലത്ത് ചെയ്ത കാര്യങ്ങളെല്ലാം ഇന്ന് മക്കൾ കൊണ്ടുപോവേണം. അതുപോലെ ഇങ്ങനെ കൈയും പിടിച്ച് കൊണ്ടുപോവേണം, തട്ടത്തിന് വിളക്കം വെച്ചുകൊണ്ട്. അത് നീക്കം വരാത്തോളം കാലം ആത്മാവിലാവത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അകത്ത് വിടുതൽ വരുമ്പോ നമ്മൾ ആയിരിക്കുന്ന സ്ഥലത്തും വിടുതലാവണം. നമ്മളെ ദൈവം മൊത്തത്തിൽ നോക്കും. തൻ്റെ മക്കളായിരിക്കുന്ന സ്ഥലം നോക്കും, താമസിക്കുന്ന സ്ഥലം നോക്കും, നമ്മളെ ചർച്ച നോക്കും, എല്ലാം നോക്കും. വ്യത്യസ്തമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വിടുതൽ വരാത്ത കാരണം, ഒരു അത്ഭുതം നടക്കാത്ത കാരണം എവിടെ എന്തെങ്കിലും ദൈവഹിതമില്ലാത്ത, മാലിന്യപ്പെട്ടത്, അശുദ്ധമായത് എവിടേക്കോ ഇരിപ്പുണ്ട്. ഒരു ദൈവപ്രവൃത്തി നടക്കാതെ, നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്ത കാരണം നിങ്ങൾ ചിലപ്പോൾ അറിയാതെയോ അറിഞ്ഞോ എവിടെയെങ്കിലും പതിയിരിക്കുന്ന സാത്താന്റെ ശക്തികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ചിലപ്പോൾ അതൊരു കുപ്പിയിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു സ്ലൈഡിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ ഒരു മാലയിലൂടെ ആയിരിക്കാം. നിങ്ങൾ നിസ്സാരമായിട്ട് കാണുന്നത് ചിലര് സർപ്പത്തിന്റെ രൂപത്തിലുള്ള ബോ കൊണ്ടുവയ്ക്കും. സ്ലൈഡ്. പിശാച് അത് അവകാശം പറയും. രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ കൊത്തക്കവും ചാടക്കവും വിഴക്കും. സാത്താന് രൂപമൊന്നുമില്ല. അവന് ഒരു രൂപം എടുക്കാൻ നിങ്ങൾ രൂപം ഉണ്ടാക്കി കൊടുക്കരുത്. സാത്താന് സ്വന്തമായ ശരീരം ഉണ്ടോ? അവനില്ല. അവൻ ആരെ ശരീരത്തെ കയറട്ടെന്ന് പറഞ്ഞാൽ നടക്കുന്നത്. എവിടെ അശുദ്ധി ഉള്ളിടത്ത് അവൻ കയറും. ദൈവഹിതമില്ലാത്തതാ. അതവരെ ജഡത്തിൽ നിന്ന് നമ്മൾ പൂർണ്ണമായി എടുത്തു മാറ്റാതെ ആത്മമണ്ഡലത്തോട് കയറണമെങ്കിൽ ജഡത്തിന് പൂർണ്ണമായൊരു വിടുതൽ വരണം. അല്പം പോലും മാത്രം ആത്മാവിനൊരു വിടുതൽ നമുക്ക് വരണം. എവിടെങ്കിലും ഒരു നീക്കം വരാതെ, ഒരു മാറ്റം വരാതെ, നമ്മൾ എവിടെയെങ്കിലും നന്നായിട്ട് പറഞ്ഞാൽ, അത് നല്ലതെന്ന് മാറ്റി വെച്ചാൽ, അത് നമ്മളെ വിഷം പോലെ, വലിയ വിഷം പോലെ നമുക്കത് മാറും. മനസ്സിലാവുന്നവർക്കായി സ്തോത്രം. എവിടെയെങ്കിലും നിസ്സാരമായിട്ട് ചെറിയൊരു കാര്യം നമുക്ക് നല്ലതായിട്ട് തോന്നിയാൽ, കണ്ണിനെ മോഹിപ്പിയ നല്ലതായിട്ട് തോന്നിയാൽ, അത് വലിയൊരു ആപത്തായിട്ട് മാറും. അതാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ പൂർണ്ണമായിട്ട് നീക്കം വന്നിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ലക്ഷ്യം, അല്ലെ എന്റെ ലക്ഷ്യം ഒന്നാണ്. എന്താണ്? ദൈവരാജ്യം നമ്മുടെ ലക്ഷ്യമായിരിക്കണം. ലക്ഷ്യമില്ലാതെ ഓടിക്കഴിഞ്ഞാൽ, ലക്ഷ്യമില്ലാതെ വണ്ടി ഓടിക്കഴിഞ്ഞാൽ അവസാനം എവിടെയെങ്കിലും ചെന്ന് ഇടിച്ചു നിൽക്കും. പക്ഷെ ദൈവം ഇടിച്ചു നിൽക്കാനല്ല വിളിച്ചത്. തന്റെ മക്കളെ വിളിച്ചിരിക്കുന്നത് ഒരു നിത്യരാജ്യത്തിന്റെ അവകാശികളായിട്ടാണ്. ആ ദൈവരാജ്യം എനിക്ക് വേണം അപ്പാ. ജഡത്തിൽ ജനിച്ചവർ ആത്മാവിലോട്ട് കയറിയിട്ടില്ല. അവർ ജഡത്തിൽ തന്നെയാണ്. അവർക്കും ഒരു വീട് ഒരുക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ വീടാണ് നരകമെന്നൊരു സ്ഥാനമുണ്ട്. അവിടെ ഭയങ്കര സുഖമാണ്. പോയവർ പറയുന്നു, ചാകാത്ത പുഴും കെടാത്ത തീയും, പഴുതാരയുണ്ട്, പാമ്പുണ്ട്, പാട്ടുപാടി ഉറക്കണത് പാമ്പാണെന്ന്. നല്ല താളമേളത്തോടെ ഭയങ്കര സുഖമാണോ പറയുന്നത്? ആ സുഖത്തിലോട്ട് നമുക്ക് വേണ്ടെന്നേ.
ആ കഷ്ടതകൾ നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടി യേശു കാൽവരി ചീന്തിയത്, ആ രക്തം നമുക്ക് വേണ്ടി ചീന്തിയത് ഈ നരകത്തിലോട്ട് പോകാൻ വേണ്ടി അല്ല. യേശു ഇറങ്ങി വന്നത് മനസ്സിലാക്കണം, നരകത്തിലോട്ട് പോകാനല്ല, ഈ നരകത്തിൽ നിന്ന് കയറ്റുവാനാണ് യേശു വന്നതെന്ന്. യേശു എത്രയും ത്യാഗം സഹിച്ച ആർക്ക് വേണ്ടിയാ? യേശു ഇത്ര അടി കൊണ്ട് ആർക്ക് വേണ്ടിയാ? യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞ ആർക്ക് വേണ്ടിയാ? യേശുവിന്റെ പ്രാണൻ ആർക്ക് വേണ്ടിയാ? യേശുവിന്റെ രക്തം ആർക്ക് വേണ്ടി ചൊരിഞ്ഞു? പറയണം, എനിക്ക് വേണ്ടി. എനിക്ക് വേണ്ടി പുതിയതായിട്ട് ജനിക്കുവാൻ. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പറയണം, എനിക്ക് പുതിയതായിട്ട് ജനിക്കണം അപ്പ. എനിക്കൊന്ന് പുതിയതായിട്ട് വെള്ളത്താൽ മാത്രമല്ല, ആത്മാവിൽ 2 കാര്യം നടക്കണം. ഇന്ന് വെള്ളത്താൽ മാത്രമല്ല, ആത്മാവിലൂടെ ജനിച്ച് ആത്മാവിലൂടെ ജനിക്കണം. ആത്മാവിലുള്ളവൻ ആത്മാവാകുന്നു. ഇന്ന് മാനസാന്തരപ്പെട്ടിട്ടും നിങ്ങൾ ആത്മാവിൽ ജനിച്ചില്ല എങ്കിൽ ജഡത്തിലാണ് ഇരിക്കുന്നുണ്ടെങ്കിലും ജഡത്തിലാണ് ഇരിക്കുന്നത്. പലരും ദൈവത്തെ അറിഞ്ഞിട്ട് എത്ര പേർക്ക് അഭിഷേകം പ്രാപിച്ചു? ഞാൻ ചോദിക്കട്ടെ, എത്ര ഒരു അഭിഷേകത്തോടെ ആരാധിക്കുന്നു? എന്നൊരു ഹല്ലേലൂയ മതിയോ? എന്നൊരു സ്തോത്രവും മതിയോ? അന്യഭാഷയിൽ ആരാധിക്കണം ദൈവത്തെ. അന്യഭാഷയിൽ എന്തുകൊണ്ട്? ബൈബിൾ വായിക്കുമ്പോൾ പറയുന്നുണ്ട്, അന്യഭാഷയിൽ ആരാധിക്കുന്നത് ഒരുവന്റെ ആത്മീയമായ വർധനയ്ക്ക് കാരണമാകുന്നുണ്ട്. ആത്മാവിൽ നമ്മൾ ജനിക്കുന്ന ഉപവാസം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പല പ്രശ്നങ്ങളെ ജഡം നമ്മളെ തകർക്കാൻ നോക്കുമ്പോൾ നമ്മൾ ഉപവസിച്ച് ജയിക്കുന്നത്. കാരണം ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ. യേശു പറഞ്ഞു, ഈ പ്രതികൂലം മാറി പോകണമെങ്കിൽ ഉപവസിക്കേണ്ടി വരും. അതാ നിങ്ങളുടെ മുമ്പിൽ കടൽ പോലെ കിടന്ന പ്രശ്നത്തെ ഉപവാസം എന്ന് പറയുന്നത് ആത്മാവിനെ ജയിക്കുന്നതാണ്. നമുക്കെതിരായിട്ട് വലിയ കേസാണ് കിടക്കുന്നത്, ജയിക്കാൻ പറ്റാത്ത കേസാ. നമ്മളെ മരണത്തിന്റെ വെല്ലുവിളിയാ കിടക്കുന്നത്. പക്ഷേ അത് ആത്മാവിൽ ജയിക്കാൻ പറ്റും. നിന്റെ മേൽ കിടക്കുന്ന എത്ര വെല്ലുവിളിയായാലും, നിന്റെ കുടുംബ ജീവിതത്തിൽ കിടക്കുന്ന എത്ര വെല്ലുവിളിയായാലും, ദൈവ പൈതലെ, നിനക്ക് മുഴങ്കാൽ മടക്കാൻ പറ്റുമോ? അപ്പന്റെ സന്നിധി ചില ദിവസം ഇരിക്കാൻ പറ്റുമോ? നിനക്കൊന്ന് ആത്മാവിൽ നിന്ന് കയറാൻ പറ്റുമോ? നിനക്ക് എതിരായിട്ട് നിൽക്കുന്ന ആയുധങ്ങളെ താഴെ വയ്ക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥന. അത് ആത്മാവിൽ ജയിക്കുന്നുണ്ടെങ്കിൽ പിശാചിനെ മൊന ഓടിക്കുന്ന ഉപവാസം. അത് ആത്മാവിലാകണം, വെറുതെ ആയി പോകരുത്. നമ്മൾ ആത്മാവിലായി കഴിഞ്ഞാൽ പിശാചിന്റെ മൊന ഓടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവന്റെ തലയെ തകർക്കുന്നതാണ് ആത്മാവിന്റെ പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴും ബസ്സിലിരിക്കുമ്പോഴും ആത്മാ പ്രാപിച്ച ചില കണ്ടിട്ടുണ്ടോ? ചില സഹോദരിമാരൊക്കെ കണ്ണടച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടുണ്ടോ? വണ്ടി ഓട്ടിക്കുന്ന മോനായിരിക്കാം, ഭർത്താവായിരിക്കാം, ബാക്കിൽ തീ ഉണ്ടായിരിക്കണം. നീ ബാക്കിൽ ഒരു ഫോൺ എടുത്ത് വിളിച്ചുകൊണ്ടിരിക്കരുത്. അമ്മ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സൈലന്റ് ചെയ്തിട്ട് നിന്റെ ഹസ്ബൻഡ് ഓട്ടിക്കുമ്പോൾ നീ ബാക്കിൽ പ്രാർത്ഥിക്കണം. നിന്റെ മോനാണ് ഓട്ടിക്കുന്നത് എങ്കിൽ, നിന്റെ മോളാണ് ഓട്ടിക്കുന്നെങ്കിൽ നീ ആത്മാവിലായിരിക്കണം. നീ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ കയറുന്നുണ്ടോ? ബസ്സിൽ കയറിയ സൂപ്പറാണ്. നമുക്ക് വണ്ടി ഓട്ടിക്കുന്ന ഡ്രൈവറാണ്, ഡ്രൈവറിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മൾ അടുത്തിരിക്കുന്ന നല്ലൊരു പ്രാർത്ഥന സൂപ്പറായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നിങ്ങൾ ചിന്തിക്കണം, ആത്മാവിൽ ചിന്തിക്കണം. നീ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിമേൽ ഒരു ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് അവിടെ നമുക്ക് സംഭവിക്കാം. അതിനകത്ത്, ആ റോട്ടിൽ മാത്രമല്ല, ആ ബസ്സിനകത്തും വാഹനത്തിനകത്ത് സംഭവിക്കുന്നത് ഒരാത്മ പകർച്ച. കിട്ടുന്ന അവസരത്തെ നമ്മൾ വലിച്ചു നീട്ടാതെ, ഒരു ഇലാസ്റ്റിക് നിൽക്കാതെ ആത്മാവിൽ ജാഗരിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. നീ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോ നിന്റെ പ്രതികൂലങ്ങൾ മാത്രമല്ല, അടുത്തിരിക്കുന്നവരെ പ്രതികൂലം മാറുന്ന പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം തീക്കകത്തിരിക്കുമ്പോ പിശാച് കയറില്ല, ജഡത്തിരിക്കുമ്പോ. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ സീരിയലൊക്കെ കാണാത്തത്. സീരിയൽ കാണുന്നില്ല, മറ്റുള്ള ഫിലിം കാണാം. കാരണം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഈ കഥാപാത്രങ്ങളൊക്കെ ജയിഞ്ഞ് കയറി വരും. യേശു എന്ന കഥാപാത്രത്തെ നമ്മളെ കൂടെ നടത്തി കഴിഞ്ഞാൽ നമ്മൾ ആത്മാവിൽ ആരാധിക്കും. നമ്മൾ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് വിടുതൽ സംഭവിക്കുന്നേ. ഞാൻ പറയട്ടെ, ശരീരത്തിന് മേൽ ആത്മാവിലും ഇരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരും.
നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആശുപത്രി എന്ന് പറഞ്ഞ് ശരണം പിടിച്ച് കിടക്കാത്തത്? പ്രശ്നം എല്ലാവർക്കും വരും. ജഡത്തിയിരിക്കുന്നവനും വരും, ആത്മാവിലിരിക്കുന്നവരും. പക്ഷെ ജഡത്തിയിരിക്കുന്നവൻ ജഡത്തിൽ തപ്പുമ്പോ നമ്മൾ ആത്മാവിനെ പ്രാർത്ഥിച്ച് ആ ബന്ധനത്തെ പൊട്ടിക്കുന്നതാണ്, ആ ബന്ധനത്തെ തകർക്കുന്നതാണ് ഒരു അഭിഷേകം. അതില് ദൈവദാസന്മാര്, ഞാൻ പറയട്ടെ, സഭയെ നടത്തുന്ന ദൈവദാസന്മാർ അനുഭവിക്കുന്ന വേദന ഈ ഭൂമിയിൽ വേറെ ആരും അനുഭവിക്കുന്നില്ല. അവരെ കുടുംബം അനുഭവിക്കുന്ന പോലത്തെ പ്രശ്നം വേറെ ആരും അനുഭവിക്കും. കാരണം ഞങ്ങൾ വെളിയിൽ പറഞ്ഞു നടക്കൂല. അടിയെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അടിയൊന്നും അല്ല. ഒരാത്മാവിനെ ഞാൻ പിടിച്ചെടുക്കുമ്പോൾ അവ ഒന്നൊന്നര അടി അടിക്കും. ആത്മീയയിലും അടിക്കും, ഭൗതികത്തിലടിക്കും. ചിലപ്പോൾ കുടുംബത്തിനകത്ത് ആഹാരം പോലും കിട്ടത്തില്ല. അവസ്ഥയിലായിരിക്കും അടിച്ച് പുറത്താക്കണം പിശാച്. എന്നാൽ പറയും, എനിക്ക് അതിനെക്കാട്ടിയും വലുത് ഒരാത്മാവാണ്. ഹല്ലേലൂയ. ഒരാത്മാവെന്ന് പറയുന്നത് സകലത്തിന്റെ മേൽ വലുതാണെന്ന് ദൈവം പറയുമ്പോൾ ഒരാത്മാവിന് മാർക്കിടാൻ പറ്റത്തില്ല. ആത്മാവിൽ ജനിച്ചവന് മാത്രമേ ആത്മാവിനെ നേടാൻ പറ്റൂ. നിന്റെ പ്രതിഫലം ആത്മാവായിരിക്കണം. നിന്റെ കുടുംബത്തെ നീ നേടണം, നിന്റെ തലമുറ നേടണം, നിന്റെ ദേശത്തെ നേടണം. ഈ ലോകത്ത് എന്ത് നേടിയാലും, വസ്തുവായാലും പണമായാലും പൊന്നായാലും വെള്ളിയായാലും എത്ര വീടുണ്ടെങ്കിലും ഈ ഒരെണ്ണം പോലും നിനക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ കൊണ്ടുപോകാൻ പറ്റിയ ഒറ്റ ഒരു കാരണം മാത്രമേ ഉള്ളൂ. നിന്നിലൂടെ ഒരാത്മാവ് മാനസാന്തരപ്പെട്ട് വന്നാൽ അത് വലിയൊരു പ്രതിഫലമായി സ്വർഗത്തിൽ എഴുതപ്പെടും. അത് പറ, ഞാൻ ആത്മാവിനെടുക്ക്, ഇന്ന് എന്റെ ആത്മാവിനെ നേട്, എന്റെ തലമുറ ഞാൻ നേടും എന്ന് പറയുന്നവർക്കായി സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.